ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 6ാമത്തെ യൂണിറ്റ് മാനത്തോളം എന്നതിലെ എല്ലാവർക്കും അമ്മയാം ഭൂമി എന്ന പാഠഭാഗമാണ്. മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒത്തുചേർന്ന് ജീവിക്കാനുള്ള വീടാണ് ഭൂമി, അല്ലേ? ഭൂമി നമുക്ക് അമ്മ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം തരുന്ന അമ്മയായ ഭൂമി എല്ലാവരുടേതുമാണ്. ഭൂമിയെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. എല്ലാവർക്കും അമ്മയാം ഭൂമി, അല്ലേ? പാടൊന്ന് നോക്കിക്കേ. ജനിച്ചപ്പോൾ നാം എല്ലാം എത്ര ചെറുതായിരുന്നു. പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ. നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ? വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ. കുട്ടികളെ, നിങ്ങളെപ്പോലൊരു കുട്ടി അവിടെ എന്താണ് ചിത്രം വരച്ചിരിക്കുന്നു അല്ലേ? വരച്ചിരിക്കുകയാണ്. എന്താണ് ആ ചിത്രം? ഒരു വീടിൻ്റെ ചിത്രമാണ്, അല്ലേ? നമുക്ക് ഈ കഥ ഒന്ന് വായിച്ചു നോക്കാം. വീട് വലുതാവുന്നു. അമ്മുക്കുട്ടി ഒരു വീട് വരച്ചു. കൊച്ചു വീട്. ഇതെൻ്റെ പുന്നാര വീട്. ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളോ? അച്ഛനും അമ്മയുമാണ്. പിന്നെന്താ, അവൾ വീട് ഇത്തിരി വലുതാക്കി. ഞാൻ എവിടെ പോകും? ഏട്ടനുണ്ട്. മുഖം വീർപ്പിച്ച് പാവമേട്ടൻ. വീട് പിന്നെയും വലുതായി. മ്യാവൂ മ്യാവൂ, കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും. അവർ എവിടെ പോകാൻ? കോലായ നീട്ടി പൂച്ചക്കൂടാക്കി. തത്തമ്മേ പൂച്ച. കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരി തത്തമ്മ. മറന്നു, രാരി തത്തമ്മയ്ക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം. അമ്മക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി. ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ? അയൽക്കാരായാലും സ്വന്തം പോലല്ലേ? കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാമുണ്ട്. ഇപ്പോഴിത് കൊച്ചു വീടേയല്ല, വലിയ ഒരു വീട്. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അമ്മുക്കുട്ടി വീടിൻ്റെ ചന്തം നോക്കി. നിങ്ങൾ കണ്ടില്ലേ ചിത്രത്തിലെ? എന്താണ്? അമ്മക്കുട്ടിയുടെ ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അമ്മക്കുട്ടിയുടെ വീട്ടിലെ അംഗങ്ങളാണ്. അടുത്ത പേജ് നോക്കിക്കേ. എന്താണ് ചിത്രത്തിൽ കാണുന്ന? ഒരു വീടും അതിലൊരുപാട് ആളുകളുണ്ട്. അതുപോലെ ആനയുണ്ട്, കുറുക്കനുണ്ട്, അല്ലേ? ഒരുപാട് ജീവികളുണ്ട്. അവിടെ വലിയൊരു കുട നിവർത്തി വെച്ചിട്ടുണ്ട്. അതിലെന്താണ് ചുറ്റിക്കിടക്കുന്നത്? പാമ്പാണല്ലേ? അടുത്ത പേജ് നോക്കിക്കേ. താൻ മാത്രമുള്ള വീട് എത്ര വിരസം. രസമുണ്ടോ? ഒരു രസമില്ല. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി. പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മക്കുട്ടി. തരിമ്പു നനഞ്ഞില്ല ആരും. എൻ്റെ വീടല്ല, നമ്മുടെ വീട്, അമ്മക്കുട്ടി തിരുത്തി. അവരെല്ലാം ചേർന്ന് ആടിപ്പാടി. അവളും അവർക്കൊപ്പം കൂടി. അമ്മക്കുട്ടിയൊരു നല്ല മോള്, നമ്മുടെ വീടൊരു നല്ല വീട്. പ്രശസ്ത ബാലസാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ ഒരു കഥയാണ് വീട് വലുതാവുന്നു. എന്താണ് നിങ്ങളോട് ഇതിൽ പറയുന്നത്? ആരെയും അകറ്റി നിർത്തലല്ല, എല്ലാവരെയും ചേർത്തു നിർത്തലാണ് മഹത്തരം എന്ന ആശയം പിഞ്ചു മനസ്സുകളിൽ ഉറപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഞാനും വീട് വലുതാവുന്നു എന്ന കൊച്ചു കഥ എഴുതിയത്. 2018 മാർച്ചിൽ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഒരു സഞ്ചയമായി പുറത്തിറക്കിയ കിലുക്കാമ്പെട്ടി എന്ന പ്രൈമറി സചിത്ര പുസ്തക പരമ്പരയിലെ ഒരു കഥയാണ് വീട് വലുതാവുന്നു. അമ്മുക്കുട്ടി തനിക്ക് താമസിക്കാനായി വരയ്ക്കുന്ന ഒരു കൊച്ചു വീട്ടിലാണ് കഥയുടെ തുടക്കം, അല്ലേ? ക്രമേണ എന്ത് ചെയ്തു? ആ വീട്ടിലേക്ക് പലരും കടന്നു വരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും പൂച്ചമ്മയും മക്കളും രാരിത്തത്തമ്മയും. വീടിനുള്ളിൽ അഭയം തേടി എപ്പോൾ തന്നെ കൊച്ചു വീടെന്തായി? വലുതായി തുടങ്ങി, അല്ലേ? അതെവിടെയും നിൽക്കുന്നില്ല. കൂട്ടുകാരും അയൽക്കാരും ഈച്ചയും പൂച്ചയും പൂമ്പാറ്റയും കോഴിയും ഉറുമ്പും പാറ്റകളും ഒക്കെ അവളുടെ വീടിൻ്റെ ഭാഗമാകുന്നു. അമ്മുക്കുട്ടിയുടെ കൊച്ചു വീട് അതോടെ വലിയ ബഹുനില വീടായി വളർന്നു. ഇപ്പോഴാണ് അതൊരു വീടായതെന്ന് അവൾക്ക് തോന്നി. അവൾ ചിന്തിക്കുകയാണ്, എന്ത്? താൻ മാത്രമുള്ള വീട് എത്ര വിരസം. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. കാറ്റും മഴയും വന്നപ്പോഴോ ആരും നനയാതിരിക്കാൻ വീടിന് മുകളിൽ അവൾ വലിയൊരു കുടയും വരച്ചു ചേർത്തു. തരുമ്പോൾ നനയാതെ എന്ത് ചെയ്തു? എല്ലാവരും പാടാൻ തുടങ്ങി വലിയ സന്തോഷത്തോടെ. എന്താ അവർ പാടിയേ? അമ്മുക്കുട്ടിയൊരു നല്ല മോള്, അവളുടെ വീടൊരു നല്ല വീട്. ഉടനെ അമ്മുക്കുട്ടി അത് തിരുത്തിപ്പോയി പാടി. എന്ത് പാടി? അമ്മുക്കുട്ടിയൊരു നല്ല മോള്, നമ്മുടെ വീടൊരു നല്ല വീട്.
എൻ്റെ എന്നതിൽ നിന്ന് നമ്മുടെ എന്നതിലേക്ക് വളരുമ്പോഴാണ് എല്ലാവരും മനുഷ്യൻ എന്ന പദത്തിന് അർഹത നേടുന്നത്, അല്ലേ? നമ്മുടെ ഭാരതീയമായ സ്നേഹസങ്കല്പം തന്നെ എന്താണ്? ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിലാണ്. എന്താണ്? വസുദൈവ കുടുംബകം, ഭൂമി ഒറ്റ കുടുംബമാണ്. ജഗദേക നീഢം, ലോകം ഒരൊറ്റ വീടാണ് തുടങ്ങിയ ആർഷഭാരത സങ്കല്പങ്ങളുടെ സാരം ഇത് തന്നെയാണ്. അവിടെ എന്തിൻ്റെയെങ്കിലും പേരിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, അല്ലേ? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ജാതിയുടെയോ മതമോ നിറമോ സാമ്പത്തിക നിലയോ നോക്കാതെ എല്ലാ ജീവജാലങ്ങളും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിൽ വലിയ ആഹ്ലാദം മറ്റെവിടെ ലഭിക്കാനാണ്? ദേഷ്യത്തിനോ പകയ്ക്കോ വൈരാഗ്യത്തിനോ ഒന്നും ഈ ലോകത്തിൽ യാതൊരു സ്ഥാനവുമില്ല. എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നതിൻ്റെ മഹത്വം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കുക എന്നതിനാലാവാം വീട് വലുതാവുന്നു എന്ന കഥ മലയാള പാഠാവലിയിൽ ചേർത്തത്. പല വിധത്തിലുള്ള അകൽച്ചകളും സങ്കുചിത ഭാവങ്ങളും നിലനിൽക്കുന്ന സമൂഹത്തെ സ്നേഹത്തിൻ്റെ മഹാസാമ്രാജ്യത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ഇന്നത്തെ കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ കഥ. അമ്മുക്കുട്ടിയുടെ മാനസിക വികാസവും സ്നേഹഭാവവും എല്ലാ കുട്ടികളിലേക്കും പടരട്ടെ. അമ്മുക്കുട്ടിയുടേതുപോലെ നിങ്ങളും നല്ലൊരു മോളായി വളരുക, അല്ലേ? നിങ്ങളുടെ സഹപാഠികളെയും നിങ്ങളെ സഹജന്തുക്കളെയും എല്ലാം നിങ്ങളുടെ വീട്ടിലെ അംഗമായി നിങ്ങൾ അവരെ സ്വീകരിക്കുക. അവരോടും ഒപ്പം ചേർന്ന് നിങ്ങളും സന്തോഷത്തോടെ ജീവിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഈ പാഠം തരുന്ന സന്ദേശം. അടുത്തത് ഇതിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അമ്മുക്കുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്? എന്തുകൊണ്ട്? അമ്മുക്കുട്ടി മാത്രമുള്ള വീട് വളരെ ചെറുതായിരുന്നു. അമ്മയും അച്ഛനും ചേട്ടനും പൂച്ചമ്മയും മക്കളും തത്തമ്മയും ഈച്ച, കോഴി, പറവകൾ, പാമ്പ് എന്നിവരും ചേർന്നപ്പോൾ അമ്മുക്കുട്ടിയുടെ വീട് വലുതായി. അപ്പോഴാണ് വീടിന് ചന്തമുണ്ടായത്, വീടിന് ജീവനുണ്ടായത്. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കഴിയുന്ന വീടാണ് എനിക്കിഷ്ടം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര്. എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത്? അമ്മുക്കുട്ടിക്ക് വേണ്ടി മാത്രം വരച്ച വീട് വളരെ ചെറുതായിരുന്നു, അല്ലേ? അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കൂടി താമസിക്കാനാണ് അല്പം കൂടി വലുതാക്കിയത്. അപ്പോഴാണ് കുറിഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും തത്തമ്മയും ഒക്കെ ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ചു വന്നത്. അവർക്ക് പിന്നാലെ ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാം ഇടം ചോദിച്ചെത്തി. അവർക്കെല്ലാം താമസിക്കാൻ ഇടം നൽകിയപ്പോൾ വീട് വലുതാക്കേണ്ടി വന്നു. അടുത്ത് നോക്കിക്കേ. വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ? ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ്? ചർച്ച ചെയ്യൂ. നമുക്ക് നോക്കാം. വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാലോ കൂടുതൽ മുറികൾ പണിതാലോ ഒന്നും വീട് വലുതാവില്ല. വീടെന്നാൽ അതിലെ മനുഷ്യരും മുറികളും ഫർണിച്ചറും മാത്രമല്ല, വീടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്തോറുമാണ് വീട് വലുതാവുന്നത്. നമ്മളും അച്ഛനും അമ്മയും ചേട്ടനും മുത്തശ്ശിയും മാത്രമല്ല ഈ വീട്ടിലെ താമസക്കാർ. ഈച്ച, പൂച്ച, പട്ടി, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പറവകൾ, എലി, പല്ലി, പഴുതാര, എട്ടുകാലി, പാറ്റ, മരങ്ങൾ, ചെടികൾ തുടങ്ങി അനേക ജീവികൾ കൂടി വീടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇവയെല്ലാം ഉൾപ്പെട്ട വീടാണ് വലിയ വീട്, സന്തോഷം നിറഞ്ഞ വീട്. അടുത്ത ചോദ്യം നോക്കൂ. ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. നമുക്ക് ഒന്ന് പാടി നോക്കാം. ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വെച്ചു. പാറിപ്പറക്കും കിളികൾ വന്നു, മൂളിപ്പറക്കുന്ന വണ്ട് വന്നു. കഞ്ഞി കുടിക്കുവാൻ ആനയെത്തി, കുഴിമന്തി തേടി കുറുക്കനെത്തി. ചേമ്പുകറി കൂട്ടാൻ പാമ്പു വന്നു, കോഴികൾ അരിമണി തേടി വന്നു. പാത്തുമ്മ പത്തിരി തേടിയെത്തി, പട്ടിണി മാറ്റുവാൻ പട്ടിയെത്തി. എലിയെ പിടിക്കുവാൻ പൂച്ച വന്നു, മയിലമ്മ ചോടുകൾ വെച്ചു വന്നു. ഇനിയും ഒരുപാട് വരികൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഈ കവിത മനോഹരമാക്കാം. അടുത്ത ചോദ്യം എന്താണ്? ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ? കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തൂ. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത്. എന്നാൽ മനുഷ്യർ വിചാരിക്കുന്നത് അവരാണ് ഭൂമിയുടെ അവകാശികൾ എന്നാണ്. പക്ഷികളും എലികളും കൊടിയ വിഷമുള്ള പാമ്പുകളും കരിന്തേളുകളും ചിതലുകളും കടുവയും പുലിയും മാനും എന്നു വേണ്ട ഭൂമിയിലെ സർവ്വജീവികളും ഈ മണ്ണിൽ അവകാശമുള്ളവരാണ്. എന്നാൽ മനുഷ്യർ വിശേഷ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും അവരുടെ ചുറ്റുപാടുകൾ സ്വന്തം സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിച്ചു. അക്കൂട്ടത്തിൽ മറ്റനേകം ജീവിവർഗങ്ങളെ കൊന്നൊടുക്കി. മനുഷ്യന് മുമ്പേ തന്നെ ഭൂമിയിൽ പിറന്നവരാണ് മറ്റു മിക്ക ജീവികളും.
നാളെ മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതായാലും ഭൂമിക്കോ മറ്റു ജീവികൾക്കോ ഒന്നും ഒരു കുഴപ്പവും വരില്ല. ഭൂമിയിൽ വനനശീകരണമോ ജീവികളുടെ നാശമോ പരിസ്ഥിതി നാശമോ ഉണ്ടാവില്ല. ഭൂമി വീണ്ടും കാടുകൊണ്ടും മറ്റു ജീവികളെ കൊണ്ടും നിറയും. എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. അതിലെല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ട്. നമ്മുടേതുപോലെ തന്നെ അവർക്കും അവരുടേതായിട്ടുള്ള വാസസ്ഥലമുണ്ട്. അത് നമ്മൾ കയ്യേറാൻ പാടില്ല, അല്ലേ? നമ്മൾ ജീവിക്കുന്നതോടൊപ്പം അവരെയും കൂടി സംരക്ഷിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കൂ. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയത്? ഭൂമി നമ്മുടെ വീട്, പുഴുവും പൂമ്പാറ്റയും എല്ലാം നമ്മുടെ കുടുംബക്കാർ. ഇതുപോലെ വ്യത്യസ്തമായ പോസ്റ്റർ നിങ്ങൾ വരച്ച് നിറം കൊടുത്ത് എഴുതി ഭംഗിയാക്കൂ. അടുത്ത ചോദ്യം. പിണങ്ങിയിറങ്ങി എന്നീ വാക്കുകൾ ചേർത്തതാണ് പിണങ്ങിയിറങ്ങി എന്ന ഒറ്റ വാക്ക്. ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും? ഇവിടെ എഴുതിയതൊന്ന് വായിക്കാം. ആടി പാടി, ആടിപ്പാടി. അമ്മു കുട്ടി, അമ്മുക്കുട്ടി. നീന്തി കയറി, നീന്തിക്കയറി. വലുത് ആവുന്നു, വലുതാവുന്നു. കൊച്ചു വീട്, കൊച്ചു വീട്. കൂടുതൽ വാക്കുകൾ ഏതൊക്കെ എഴുതാം? എണ്ണ ഒഴിച്ചു, എണ്ണയൊഴിച്ചു. ചങ്ങാതി കുട, ചങ്ങാതിക്കുട. കിളി ഒച്ച, കിളിയൊച്ച, അല്ലേ? കിളി എന്നുള്ള ഓ മാറിയിട്ട് യോ, കിളിയൊച്ച. നനഞ്ഞ് ഒട്ടും, നനഞ്ഞൊട്ടും. മഴ കാഴ്ച, മഴക്കാഴ്ച. എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? ഈ മാറി മീയായി. കുറുമ്പി തേനീച്ച, കുറുമ്പി തേനീച്ച. എന്തായി? തായി, അല്ലേ? കോഴി അമ്മ, കോഴിയമ്മ. ഇനിയും ഒരുപാട് വാക്കുകൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാം. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഈ ക്ലാസ്സിൽ പറഞ്ഞ ഇന്നത്തെ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പകർത്തുകയും വേണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങളായി നമുക്ക് കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.